നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫൺ വിത്ത് വിസ്മയുടെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പം പൊന്നിൻ ചിങ്ങമാസമാണ്. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് നമ്മളൊരു ഓണം ആഘോഷിക്കുന്നത്. അപ്പം ഓണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന വേളയിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും നന്മയുടെയും നിറങ്ങളുടെയും ഒരു ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള 10 ദിവസം നമ്മൾ വിസ്മയ പാർക്കിലാണ്. വിസ്മയ പാർക്കിൽ ഷൂട്ട് ചെയ്യുന്ന ഫൺ വിത്ത് വിസ്മയ എന്നാണ് പരിപാടിയുടെ പേര്. ഓണം നാളിലൊക്കെ നിങ്ങളുടെ ഈ ഒരു അത്തം തൊട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെറിയ ചോദ്യം ചോദിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്കൊരു ഫാമിലി ഇവിടെയുണ്ട്. നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെടാം. ഒരു ഫസ്റ്റ് ഫാമിലി. मकबूल, क्या काम करते हैं भाई? मैं दुबई में रहता हूँ। दुबई में क्या काम? मैं प्रोक्योरमेंट में हूँ। पेट्रोल प्रोक्योरमेंट यानी कि परचेजर परचेस ओके. दुबई में एरिया का नाम क्या है? मैं जॉब मेरा इसमें अलकूस में है. फेमस है अलकूस. अलकूस 4 इंडस्ट्रियल एरिया एंड रेसिडेंस आपका मोहसना आपका साथ कितने आदमी आया इधर? 40 मेंबर इधर आया. 40 मेंबर. ये है अडल है, 2 किड्स है. अब फैमिली मेंबर है ना? हाँ फैमिली मेंबर है. कैसे है विस्मया? उसमें अच्छा लग रहा है. अभी अच्छा लग रहा है. ओके. फर्स्ट टाइम है? फर्स्ट टाइम. आप सेकंड टाइम? फर्स्ट टाइम विजिट किया. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഇവിടെ ഉണ്ട്. ഇവർ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഡിവൈഡ് ചെയ്ത് കൊണ്ട് മാറ്റി നിർത്തുകയാണ്. അതിലൊരു ഫാമിലിയാണ്. നമസ്കാരം. കറങ്ങി തിരിഞ്ഞിട്ടാണ് വെള്ളം ചാടിയത്. ഈ ഒരാളെ തന്നെ ഒരുപാട് ആൾക്കാരായിട്ട് കാണുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ പോയായിരുന്നോ? ഹോളിലല്ല, അതിനുള്ളിൽ താഴോട്ട് ഒരു സ്ഥലത്ത് ഒരു കണ്ണാടിയുടെ ഒരു സംഭവം പോയായിരുന്നു. മിറർ മാജിക് എന്ന് പറയാം. പോയായിരുന്നു. പിന്നെ കൺഫ്യൂഷനായി അവിടെ നിന്ന് മൊത്തം കൺഫ്യൂഷനാണ്. ഈ മിറർ മാജിക് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ മൊത്തം നമുക്കൊരു കൺഫ്യൂഷനാണ്. ഇവിടെ ഏതിലൂട്ടിയാണ് നമുക്ക് ഔട്ട് സൈഡിലേക്ക് പോകേണ്ടത് ഒന്നും മനസ്സിലാവില്ല. അത്രയും ഒരു ഭയങ്കര ഏരിയ ആണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട്? അടിപൊളിയാണ്. അപ്പം ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രോഗ്രാമാണ് ഫൺ വിത്ത് വിസ്മയ. നമ്മുടെ ഈ ഒരു അത്തം മുതൽ അങ്ങോട്ട് ഈ ചിങ്ങമാസത്തിലുണ്ടാകുന്ന ഒരു പ്രോഗ്രാമാണ്. ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദ്യമാണ്. ഉത്തരം പറഞ്ഞാൽ വിസ്മയ പാർക്ക്
പേരെന്താ സഹോദരന്റെ? ഫാത്തിമ. ഫാത്തിമ. നിങ്ങളെ പറ്റിയല്ലേ ഒരു പാട്ടുള്ളത്? ഏതാണ്? എനിക്കറിയില്ല. നെഞ്ചിനുള്ളിൽ ഒന്ന് പാടിയാ രണ്ടുപേരും? അതെ, എനിക്കറിയില്ല. പാടില്ല. ഓക്കെ, സ്വന്തം സ്ഥലം എവിടെയാ? മാട്ടു തന്നെ. ബാബയുടെ പേര് സൽമാൻ. സൽമാൻ. വീട്ടിൽ എന്താ വിളിക്കുന്നത് നമ്മളെ? സൽമാൻ തന്നെ വിളിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളെന്തും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഹോബീസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് അങ്ങനെ എന്തെങ്കിലും, അതായത് ഈ പിന്നെ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ഗാർഡനിങ്, അല്ലെങ്കിൽ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുക, കേക്ക് ഉണ്ടാക്കുക? അതായത് കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉണ്ടാക്കുന്നതാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാക്കുന്നതാണ് കേക്ക്. അതൊരു എന്താ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുക. അങ്ങനെ എന്തെങ്കിലും വീട്ടിലിരിക്കുന്ന സഹോദരി വല്ലതും ചെയ്യാനുണ്ടോ? കൃഷിയോട് നടും. അതെ. അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ ഓൾറെഡി നട്ട് വളർത്തിയിട്ടുണ്ട് വീട്ടിൽ? തക്കാളി ഉണ്ടോ? ഇപ്പം തക്കാളിക്ക് ഇത്തിരി വില കുറഞ്ഞു. അതായത് ഓഗസ്റ്റ് മാസം ഫസ്റ്റ് തൊട്ടൊക്കെ എന്ന് പറഞ്ഞാൽ തക്കാളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറാ. കറിയിലൊക്കെ തക്കാളി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിടും, അപ്പാട് എടുക്കും അല്ലേ? തക്കാളിക്ക് ഉണ്ട്. ഇപ്പം നമുക്ക് വീട്ടിലേക്കുള്ള കറി വെക്കേണ്ട സാധനം കിട്ടും അവിടെ? തക്കാളിയിൽ പിടിക്കണത്ര, പച്ചമുളക് പിന്നെ വെണ്ടക്കല്ല ഇപ്പൊ പിടിച്ചിട്ട് പറിക്കുന്നുണ്ട്. ഓക്കെ. വീട്ടിൽ വേറെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിന് ഒറ്റക്കാണ്. ഇതിന് അവിടെ നിന്ന് നമ്മൾ എന്താ വളം ഇടുന്നത്? നിങ്ങൾ വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വളമാണോ, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കലില്ല? അവിടെ അടുത്തില് ഒരു വീട്ടിൽ നിന്ന് ആട്ടുംകാട്ടോ ഇടും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളം. ഓക്കെ. അതാണ് നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളൊക്കെ ചേർത്ത് വളം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല വളം. അതിട്ട് കഴിഞ്ഞാൽ തക്കാളിയും വണ്ടയ്ക്കും ഒക്കെ ഇങ്ങനെ വന്നോളും. ഓക്കെ. വളരെ സന്തോഷം. ചെറിയൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഫൺ വിത്ത് വിസ്മയ എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. കണ്ണൂർ വിഷൻ ചാനലിലെ പ്രോഗ്രാമാണ്. അപ്പോൾ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ ഓൺ സ്പോട്ട് സമ്മാനമാണ്. അതായത് പണം കൂടുന്തോറും നമ്മുടെ ജീവിതശൈലി മാറും, ചിലപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് മാറും. നമ്മൾ പല പ്രമുഖരുടെ കൂടെ ഇരിക്കും, അവരായിട്ട് സംബന്ധിക്കും. ആ മുരളി. പക്ഷേ ഇത് ഈ മുരളി. ഈ അച്ഛൻ്റെ ഇനീഷ്യൽ എന്താണ്? CKV. ഓക്കെ. CKV മുരളിയാടിന്റെ മോളാണ്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ സിവിൽ എഞ്ചിനീയർ. എവിടെ? തൃക്കരിപ്പൂർ. ഓക്കെ. മേഡത്തിന്റെ പേര്? ശരണ്യ. മേഡം എന്ത് ചെയ്യുന്നു? ഞാൻ സിവിൽ എഞ്ചിനീയർ. എവിടെ വർക്ക് ചെയ്യുന്നത്? ബഹ്റിനിലാണ്. എപ്പോഴാണ് നാട്ടിൽ വന്നേ? ഓഗസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇനി എത്ര ദിവസം? അതായത് ഓണം കഴിഞ്ഞിട്ട് പോകും? കഴിഞ്ഞ തവണ ഓണം പിന്നെ ഇവിടെ ആയിരുന്നു? അവിടെയായിരുന്നു. അവിടുത്തെ ഓണം ഇവിടുത്തെ ഓണം എങ്ങനെയാ? അത് ബഹ്റിനിലെ ഓണം കേരളത്തിലെ ഓണം തമ്മിലുള്ള വ്യത്യാസം എന്താ? 2 മാസം ഉണ്ടാവണം. 2 മാസത്തെ പ്രോഗ്രാം വരും. ഓരോരോ അസോസിയേഷൻ ഓരോ വീക്കിലും ഓണം ഉണ്ടാവും. ഡെയിലി ആഘോഷം. അതാണ്. കേരളത്തിലാണെങ്കിൽ 10 ദിവസമേ ഓണം നാളുകളുള്ളൂ, തിരുവോണം ആഘോഷം. പക്ഷേ ബഹ്റിൻ പോലുള്ള സ്ഥലത്ത് 2 മാസം ഓണം. അടുത്ത സീസൺ വരുമ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓരോ അസോസിയേഷൻ്റെ ഓരോ പരിപാടികളുണ്ടാവും. കേരള സമാജം, പിന്നെ പ്രതിഭ, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. KCA, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. അവിടെ മാവേലിന്റെ വേഷത്തിലുള്ള ആൾക്കാരും അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. കളികളും മത്സരങ്ങളും എല്ലാം ഉണ്ട്. ഇവിടത്തേക്കാളും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത ശൈലി മാറും, ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് മാറും. അതായത് ആദ്യം സൈക്കിൾ എടുത്താൽ പിന്നെ സ്കൂട്ടർ എടുക്കും, പിന്നെ കാർ എടുക്കും. അങ്ങനെ വലിയ വലിയ
കൂടുന്തോറും പുറകോട്ട് പോകുന്നത്? അപ്പോൾ സന്തോഷം നൽകട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മൾ ഫൺ വിത്ത് വിസ്മയുടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പണം കൂടുന്നതനുസരിച്ച് നമ്മൾ പുറകോട്ട് പോകുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാം. അപ്പം നമുക്കിനെ നോക്കി പോകാം. കാരണം ഇപ്പം വെക്കേഷൻ ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ ആഴ്ചയിൽ കുറവാണ്. അപ്പോൾ നമ്മൾ ആൾക്കാരെ നോക്കി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ പയ്യോളിയിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇവർ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു 4 പേര് ഇവിടെ അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ മറ്റൊരു റൈഡിലേക്ക് പോകാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ വെള്ളത്തിൽ നിന്ന് വന്നതാണ്, പക്ഷേ പുള്ളിക്കാരൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് സത്യം. ഓക്കെ, ചേട്ടൻ പേര് അഷ്കർക്ക് സ്ഥലം പയ്യോളിയിൽ എവിടെയാണ്? ബിസ്മി നഗർ. അത് പയ്യോളിയിൽ നിന്ന് എത്ര കിലോമീറ്റർ? പയ്യോളിൽ നിന്ന് പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ അങ്ങോട്ടാണ് ബിസ്മി നഗർ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫാമിലി മെമ്പേഴ്സാണ്. എന്താ തറവാട്ടിൻ്റെ പേര്? വടക്കേ അകത്ത് അല്ല അത് ഫുള്ളായിട്ട് പറയാം. വടക്കേ അട്ടച്ചാലിൽ. അവിടുത്തെ ഫാമിലി മെമ്പേഴ്സാണ്. എത്ര പേര് വന്നു മൊത്തം? 29 പേര് മുതിർന്നവർ, ബാക്കിയെല്ലാം കുട്ടികൾ. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ പേര്? നിങ്ങൾ എന്താ ജോലി എന്താണ്? ഞാൻ ഗൾഫിലാണ്. ഓക്കെ, ചേട്ടൻ്റെ പേര്? മുസ്തഫ ചേട്ടൻ എന്താ ചെയ്യുന്നത്? നാട്ടില് കച്ചവടമാണോ? അത്യാവശ്യം. ഓക്കെ, പേര്? മുൻഷിദ്. എന്ത് ചെയ്യുന്നു? ഞാൻ മസ്കത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴാണ് നാട്ടിൽ വന്നിപ്പോൾ? ഇപ്പോൾ 5-ാം തീയതി എൻ്റെ അനുജൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ അടിച്ച് പൊളിക്കുകയാണ്. ഓണൊക്കെ കഴിഞ്ഞിട്ട് പോകണം. അതെ. പേര്? ഹംസക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ കുവൈത്തിലാണ്. സെയിൽസ്മാൻ ആണ്. ഓക്കെ, ചേട്ടൻ്റെ പേര്? സലീം ഭായി എന്ത് ചെയ്യുന്നത്? വിദേശത്താണ്, ജോർദാൻ. ഈ ജോർദാൻ എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വരുന്നത്? സിറിയ ഇസ്രായേലിന്റെ ബോർഡർ. അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ്? തണുപ്പാണ്. കൂടുതലും തണുപ്പാണ്. നല്ലോണം ഐസ് ഉണ്ടാവും. അപ്പം തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ഫുൾ ടൈം തണുപ്പായിരിക്കും. അല്ലല്ല, 6 മാസം. 6 മാസം വെച്ചാൽ നവംബർ മുതൽ അങ്ങോട്ട്, നവംബർ മുതൽ ഏപ്രിൽ വരെ തണുപ്പായിരിക്കും. ബാക്കിയുള്ള സമയം നല്ല ചൂടാണോ? നല്ല നോർമൽ ചൂട്, നാട്ടിലേക്കാളും കുറവ്. അധികം ചൂടുണ്ടാവില്ല. ഇവിടുത്തെ പോലെ ഉഷ്ണ തരംഗങ്ങളേറ്റ് ശരീരത്തിൽ കൊള്ളുന്ന പരിപാടി അതില്ല. ഓക്കെ, വളരെ നല്ല ഒരു നാച്ചുറൽ ആയിട്ടൊരു നമ്മുടെ സുഖം അനുഭവം, നാച്ചുറൽ ആയിട്ടുള്ള എഫക്റ്റ്. അതായത് നല്ല തണുപ്പുണ്ട്, എന്നാൽ ചൂടുണ്ട്, പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂട് മാത്രമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞേ? ജോർദാൻ. ഓക്കെ, കേട്ടിട്ടുണ്ട് ഒരുപാട് ജോർദാൻ. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലാണ്. ചാനൽ ഫണ്ണി. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ഫൺ വിത്ത് വിസ്മയ എന്നാണ്. ചെറിയൊരു കുസ്തി ചോദ്യം, ഉത്തരം പറ, ഓൺ സ്പോട്ട് സമ്മാനം. ചോദ്യം, അതായത് മിക്കവാറും ഇവർ പറയാൻ സാധ്യതയുണ്ട് 4 ആൾക്കാർ 5 ആൾക്കാരും 5 രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കാം. അതായത് നമ്മളിപ്പം എന്ത് ജോലി ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ആദ്യം ഒരു 10,000 രൂപ മാസത്തിൽ ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒരു 20,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി ആയിരിക്കണം. ഒരിക്കലും 10ൻ്റെ അകത്ത് കുറഞ്ഞ പൈസക്ക് ജോലി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും പണം കൂടണം എന്നുള്ളതാണ്. അത് ആക്രാന്തമല്ല, നമ്മുടെ ജീവിതം എന്നാലും കുറച്ചുകൂടി മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ പണം കൂടുന്നതനുസരിച്ച് പണം കൂടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സമൂഹത്തിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവും. പണക്കാരപ്പരം നമുക്ക് ഇരിക്കാനും പല വേദികൾ നമുക്ക് മുൻപന്തിൽ നമുക്ക് ചാൻസ് കിട്ടും. ഓരോ അംബാസിഡർക്ക് നമ്മളായിട്ട് മാറും അല്ലേ? ചുരുക്കി പറഞ്ഞാൽ പണം കൂടുന്നതോറും നമ്മൾ മുന്നോട്ട് ഉയർന്നു പോകും. എൻ്റെ ചോദ്യമാണ്, പണം കൂടുന്നതനുസരിച്ച് നമ്മൾ പുറകോട്ട് പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ പണം കൂടുന്നതനുസരിച്ച്, അതായത് പണം കൂടുന്നതനുസരിച്ച് നമ്മൾ പുറകോട്ട് പോകുന്നത് എപ്പോഴാണ്? പണം കൂടുന്നതനുസരിച്ച് കുസൃതിയാണ്, പക്ഷേ കറക്റ്റ് ആൻസർ ഉണ്ട്. ഇത് നമുക്ക് നല്ല പണം കൂടുന്നതനുസരിച്ച് പുറകോട്ട് പോകും. സമയമുണ്ടോ? അല്ല, താഴോട്ട് പോയില്ലേ? ഇത് താഴോട്ടല്ല, പുറകോട്ടാവുന്നത്. എന്തായിരിക്കാം? പണം കൂടുന്തോറും പുറകോട്ട് പോകും. നോ ഐഡിയ. അപ്പോൾ എന്തായാലും സന്തോഷം, കാണാം. താങ്ക് യു. ഓക്കെ, അപ്പം അടുത്ത ടീമാണ്. ഇതും നിങ്ങളും പയ്യോളിയാണോ? പയ്യോളി. അപ്പോൾ നേരത്തെ പറഞ്ഞത് തറവാട്ടില്. പേര്? യൂനസ്. എന്ത് ചെയ്യുന്നു? എവിടെ? പയ്യോളി. എന്താ ഷോപ്പിന്റെ പേര്? ബോസ് ജെൻ ഷോറൂം പയ്യോളി. പുരുഷ സൗന്ദര്യത്തിന് മാറ്റമുള്ള അടിപൊളി ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. അടിപൊളി. എത്ര വർഷമായി തുടങ്ങിയിട്ട് അവിടെ? എത്ര വർഷമായി?
ഒരു ഇപ്പോൾ പുതിയ തുടങ്ങിയ പുതിയ തുടങ്ങിയാണ് ആദ്യം റോഡിന് പോയി പുതിയായിട്ട്. ഓക്കെ, അപ്പം എന്താ നല്ല പുരോഗതിയുണ്ട്, അത്രയും ഉണ്ട്. ഓക്കെ, പേരെങ്ങനെ? റൌഫ് 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 എന്ത് ചെയ്യുന്നത്? ഗൾഫിലാണ്. ഗൾഫിലാണ്. ഗൾഫിൽ എവിടെയാണ്? ഒമാനിലാണ്. ഓക്കെ, ഒമാൻ ഭരണാധികാരിയുടെ പേര്? അങ്ങനൊന്നും പറയല്ലേ, ഇപ്പൊ പുതിയ ആളെ പേരാണ് നമുക്കറിയില്ല. പുതിയ ആളാണ്, എന്തായാലും നമ്മളല്ല, പുതിയ ആളാണ്. ഒന്ന് ബാബയുടെ പേരെന്താ? ഐസം, മുഹമ്മദ് ഐസം. മുഹമ്മദ് ഐസം. ഹൈസം. അപ്പം ഒന്ന് അടുത്തോട്ടിക്കാം, ചെറിയൊരു ചോദ്യമാണ്. ഒന്നുമില്ല. കേരളത്തിലുണ്ട്. തൂറ്റിന്റെ പോലത്തെ അതൊന്നല്ല. അങ്ങനത്തെ എന്താണ്? നിങ്ങളെ പയ്യോളിയിൽ ഉണ്ടാവുമല്ലോ, പയ്യോളി ഉണ്ടാവും. വടകരയ്ക്ക് ഉണ്ട്, വടകര പയ്യോളിക്കൽ ഉണ്ടാവും. വടകരയുണ്ട്, കോഴിക്കോടുണ്ട്, തലശ്ശേരി ഉണ്ട്, കണ്ണൂരുണ്ട്. മുത്തൂറ്റ് പോലത്തെ അങ്ങനത്തെ എന്താ സംഭവമാണ്? അല്ലല്ല, ആണെന്നല്ല. നമ്മൾ പണം കൂടുന്നതനുസരിച്ച് നമ്മൾ പുറകോട്ട് പോകും. ഇത് സ്ഥാപനമാണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനം. നിങ്ങൾ ചിലപ്പം ഫാമിലിയായിട്ട് പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പോയിട്ടുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടാവും. ബാങ്കല്ല. ബാങ്കല്ല. ഐസോ ഐസൊന്നുമില്ല. രക്ഷയില്ല. ഏജ് വയസ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്ര ക്ലൂ കൊടുത്തു, പക്ഷേ രക്ഷയില്ല. പേര് ഫഹദ്. എന്ത് ചെയ്തു ഫഹദ്? പഠിച്ചു കഴിഞ്ഞു, കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വെറുതെയൊക്കെയാണ്. ഓക്കെ, പുതിയ വർക്കിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, പേര്? ഞാൻ അരുൺകുമാർ. എന്ത് ചെയ്യുന്നു? ഞാനൊരു മ്യൂസിക്കൽ ആർട്ടിസ്റ്റാണ്. മ്യൂസിക്കൽ ആർട്ടിസ്റ്റ് അല്ല, പിന്നെ മ്യൂസീഷ്യനാണോ അല്ലെ സംഗീത ഉപകരണം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണോ, എങ്ങനെയാണ്? മ്യൂസിഷ്യനാണ്, പക്ഷെ നമുക്ക് ചെറുതായിട്ട് ഗിറ്റാർ ഇങ്ങനെ ചില കലയിലെല്ലാം ചെറുതായിട്ട് ടച്ച് ഉണ്ട്. പാരമ്പര്യമായിട്ടുള്ള സംഭവമാണോ? എനിക്ക് അച്ഛൻ ചെറുതായിട്ട് പാടും. വെരി ഗുഡ്. എന്താ അച്ഛൻ്റെ പേരെന്താ? രജിത് കുമാർ. ഓക്കെ, നമുക്ക് വരാം. ഓക്കെ, നിങ്ങളുടെ പേര്? മുഹമ്മദ്. എന്ത് ചെയ്യുന്നു മുഹമ്മദ്? ഞാൻ പഠിക്കുന്നു. എവിടെ പഠിക്കുന്നു? അബുദാബി. എന്തിനു പഠിക്കുന്നു? ജോലിക്ക് അങ്ങനെ വെറുതെ ജോലിക്ക് ബികോം പഠിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ പേര്? ഞാൻ മസർ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക. എവിടെയാ? മംഗലാപുരം. പോകാൻ നിൽക്കണം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇവിടെ അമൽ എന്ത് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. എവിടെ? ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സംഗീതജ്ഞൻ, അതായത് സംഗീതമായിട്ടുള്ള ബന്ധമുള്ള ഒരാളായതുകൊണ്ട് രണ്ടൊരു പാട്ട് പാടോ? അങ്ങനെ ചോദിച്ചാൽ അധികം വേണ്ട, രണ്ടുപേരും നിങ്ങൾക്ക് അറിയുന്നത്. जाहू में आना अपने तो दिल का बता दे, जाहू में क्यों ना इतना बता दूं तुझको, चाहत में अपनी मुझको यूँ तो नहीं इस्तिया, फिर भी ये सोचा दिल ने अब जो लगा हूँ मिलने, पूछूं तुझे एक बार. അടിപൊളി, സൂപ്പർ. അപ്പോൾ സന്തോഷം. അപ്പോൾ ചെറിയ ചോദ്യം ചോദിക്കുകയാണേ, ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമാണ്. പറഞ്ഞു, ക്ലൂ ഒക്കെ നിങ്ങൾ കേട്ട് കാണും. ഒരു ക്ലൂ കൂടി തരാം. ഇവിടെ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അല്ല, അതായത് പണം കൂടുന്നതനുസരിച്ച് നമ്മൾ പുറകോട്ട് പോകുന്നത് എപ്പോഴാണ്? ഇതൊരു സ്ഥാപനമാണ്. പണം കൂടുന്നതനുസരിച്ച് നമ്മൾ പുറകോട്ട് പോകും. അതെപ്പോഴാണ്? എപ്പോഴാണ്? ATM അല്ല. ഇത് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടാവും. പണം കൂടുന്തോറും പുറകോട്ട് പോകും. നിങ്ങൾ ചങ്ങാതിമാരൊക്കെ അനുസരിച്ച് കൂടെ ചേർന്നൊക്കെ പോയിട്ടുണ്ടാവും. ഇവിടെ ഹോസ്പിറ്റലല്ല. ഹോസ്പിറ്റലിൽ നമ്മൾ പണം കൊടുക്കുന്നതിന് പുറകോട്ട് പോകില്ലേ. നമ്മളിപ്പം പണം നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് അനുസരിച്ച് നമ്മൾ കൂടുന്നതിന് നമ്മൾ പുറകോട്ട് പോകും. ഒരു പരിധിയുണ്ട്, പരിധീൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല, നടക്കൂല. നമ്മൾ ഇരുന്നിരുന്ന് ബാക്കോട്ടും അല്ല, നമ്മുടെ സ്ഥാനം പുറകോട്ട് പോകും പണം കൂടുന്നതനുസരിച്ച്. എൻ്റെ ബാറിൽ പണം കൂടുന്നതിൻ്റെ പിറ്റേ പണ്ടറടങ്ങി പോലെ തിയേറ്ററാ.
പണം കൂടുന്നതോടെ നമ്മൾ പുറകോട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ ബാക്കോട്ടേക്ക് പോയിക്കൊണ്ട് അപ്പൊ നിങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം? ഒരു 100 വെച്ച് കൂട്ടാം. തൊട്ട് പുറകെ ഇരിക്കണമെങ്കിൽ ഏറ്റവും പുറകെ ഇരിക്കണമെങ്കിൽ 10-250 കൊടുക്കേണ്ടി. എവിടെയാണ് ലാസ്റ്റ് സിനിമ ഏതാ കണ്ടേ? ഞാൻ ലാസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ജയിലർ എന്ന് പറയേണ്ട പരിപാടിയാ. ജയിലർ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും പുറകിലായിരുന്നു അതോ എവിടെയായിരുന്നു? ടിക്കറ്റ് കിട്ടി. തലയിങ്ങനെ വെച്ചിട്ട് കാണ്ടി. അപ്പം പണം കൂടുന്നതിന് നമ്മൾ പുറകോട്ട് വന്നപ്പോഴാണ് തിയേറ്ററിൽ സിനിമ കാണാം. പക്ഷെ ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സമ്മാനം തരാം. അപ്പൊ അതായത് പണം കൂടുന്നതനുസരിച്ച് നമ്മൾ പുറകോട്ട് പോകുന്നത് എപ്പോഴാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴാണ്. സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കണമെങ്കിൽ കൊടുക്കേണ്ട പൈസേനേക്കാൾ കുറച്ച് കൂടുതൽ പൈസ കൊണ്ട് തൊട്ടതിൻ്റെ പുറകിൽ ഇരിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കണം ഏറ്റവും പുറകിൽ ഇരിക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ പൈസ കൂടുന്നേരം നമ്മൾ പുറകിലോട്ട് പോകുന്നത് സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോഴാണ്. കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നമ്മുടെ പയ്യന്നൂർ ടീം പയ്യന്നൂർ. നിങ്ങൾ ടീമിന് വല്ല പേരുണ്ടോ? എന്തെങ്കിലും പേരുണ്ടോ? ഒന്നുമില്ല. പയ്യന്നൂർ ടീം പയ്യന്നൂർ. നമ്മുടെ വിസ്മയ പാർക്ക് നൽകുന്ന ഒരു ചെറിയൊരു സ്നേഹ സമ്മാനമാണ്. അപ്പം ഒന്ന് വാങ്ങിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം അല്ല ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ ടീമോട് ചോദിക്കുക ആർക്ക് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഇപ്പം നോക്കാം. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ. അപ്പം നമ്മുടെ ഓക്കെ, അപ്പം ഫൺ വിത്ത് വിസ്മയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത തീയതി കാണാം. ഗുഡ് ബൈ.